നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാത്തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. സിവിൽ സപ്ലൈസ് വകുപ്പിൽ ജോലി നേടാൻ അവസരം. റിസർച്ച് ഓഫീസർ, റിസർച്ച് അസിസ്റ്റന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലെ ഒഴിവുകൾ നികത്തുന്നതിനായി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് വകുപ്പ് വിജ്ഞാപനം പുറത്തിറക്കി. 3 തസ്തികകളിലായി ആകെ 16 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് തപാൽ മാർഗം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ഓഗസ്റ്റ് 22 ആണ്. 3 തസ്തികകളിലേക്കും അപേക്ഷാ ഫീസ് ആവശ്യമില്ല. ആദ്യം റിസർച്ച് ഓഫീസർ തസ്തിക. ആകെ 1 ഒഴിവാണുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 36,000 രൂപ ശമ്പളം ലഭിക്കും. 2026 ജൂലൈ 1 പരമാവധി പ്രായം 40 വയസ്സായിരിക്കണം. എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ് എന്നിവയിൽ ഏതെങ്കിലും വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ് ബിരുദാനന്തര ബിരുദം ഉള്ളവർക്കും അപേക്ഷിക്കാം. ബിരുദതലത്തിലെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു വിഷയമായി പഠിച്ചിരിക്കണം. കൂടാതെ സർക്കാർ മേഖല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ എന്നിവിടങ്ങളിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ഗവേഷണം, വിലവിവര ശേഖരണം തുടങ്ങിയ മേഖലകളിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അടുത്തത് റിസർച്ച് അസിസ്റ്റന്റ് തസ്തികയാണ്. 1 ഒഴിവാണുള്ളത്. പ്രതിമാസം 30,000 രൂപയാണ് ശമ്പളം. 2026 ജൂലൈ 1 പരമാവധി പ്രായം 40 വയസ്സാണ്. എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ് എന്നിവയിൽ ഫസ്റ്റ് ക്ലാസ് ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. ബിരുദ തലത്തിലെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു വിഷയമായി പഠിച്ചിരിക്കണം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത്. ആകെ 14 ഒഴിവുകളാണുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 24,000 രൂപ ശമ്പളം ലഭിക്കും. 2026 ജൂലൈ 1 പരമാവധി പ്രായം 40 വയസ്സായിരിക്കണം. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. MS ഓഫീസിലും പ്രത്യേകിച്ച് Excelലും അറിവ് ആവശ്യമാണ്. ഇരുചക്ര വാഹന ലൈസൻസ് ഉള്ളത് അഭികാമ്യമാണ്. ജില്ലയിലെ നിശ്ചിത വിപണികളിൽ നിന്ന് ദിവസേനയോ കൃത്യമായ ഇടവേളകളിലോ വില വിവരങ്ങൾ ശേഖരിക്കുന്നതായിരിക്കും പ്രധാന ജോലികളിലൊന്ന്. 3 തസ്തികകളിലേക്കും അഭിമുഖം വഴിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപേക്ഷിക്കുന്നതിനായി നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം 2026 ഓഗസ്റ്റ് 22 അതിനു മുമ്പോ രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് മുഖേന അപേക്ഷ അയക്കണം. അപേക്ഷ അയക്കേണ്ട വിലാസം: കമ്മീഷണർ, സിവിൽ സപ്ലൈസ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് കമ്മീഷണറേറ്റ്, പബ്ലിക് ഓഫീസ് കോംപ്ലക്സ്, തിരുവനന്തപുരം 695033 കേരളം. തത്തുല്യ യോഗ്യത അവകാശപ്പെടുന്നവർ ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് ഹാജരാക്കേണ്ടതാണ്. അപേക്ഷിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക വിജ്ഞാപനത്തിലെ യോഗ്യത, പ്രായപരിധി, ആവശ്യമായ രേഖകൾ, അപേക്ഷ മാതൃക എന്നിവ കൃത്യമായി പരിശോധിക്കുക. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.